ഇടുക്കി കട്ടപ്പനയിൽ കൊല ചെയ്യപ്പെട്ട വിജയന്റേതെന്ന് സംശയിക്കുന്ന മൃതദേഹ അവശിഷ്ടങ്ങൾ വീടിനുള്ളിൽ കണ്ടെത്തി. മൃതദേഹം കുഴിയിലിരുത്തി മണ്ണിട്ട് മൂടിയ നിലയിലാണ് കണ്ടെത്തിയത്. വസ്ത്രങ്ങളുടെ അവശിഷ്ടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. മൃതദേഹം പുറത്തെടുത്തുവെന്നും പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുകയാണെന്നും ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണു പ്രദീപ് പറഞ്ഞു. കാണിച്ചതനുസരിച്ച് ഒരു ബോഡി റിമൈൻസ് കിട്ടിയിട്ടുണ്ട്. ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം ഓൺഗോയിങ് ആണ്. കുറ്റസമ്മതം പ്രകാരം ഈ വിജയൻ്റെ തലയ്ക്ക് ചുറ്റിക കൊണ്ട് അടിക്കുകയായിരുന്നു പ്രതി. അങ്ങനെയാണ് കുറ്റസമ്മതം. അത് പ്രകാരം കാണിച്ചു തന്ന് ബോഡി കുഴിച്ചിട്ട സ്ഥലം കാണിച്ചു തന്നു. നമ്മളത് റിക്കവർ ചെയ്തിട്ടുണ്ട്. ജോസിൽ കട്ടപ്പനയിൽ നിന്ന് ചേരുകയാണ് വിവരങ്ങളുമായി. ജോസിൽ, മൃതദേഹം കണ്ടെടുത്തിരിക്കുന്നു. ഇനിയിപ്പോൾ അത് വിജയന്റേതാണോ എന്ന് ശാസ്ത്രീയമായി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അപ്പോൾ അതിന്റെ തുടർ നടപടികളിലേക്ക്, പോസ്റ്റ്മോർട്ടം നടപടികൾ, മറ്റ് ഫോറൻസിക് പരിശോധനകൾ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് നീങ്ങിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഈ പ്രതി നിതീഷ് പറയുന്നത് എന്താണ്? ഈ വിജയനെ തലക്കടിച്ച് കൊലപ്പെടുത്തി എന്നാണ് അയാൾ പറഞ്ഞതെന്നാണ് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി പറഞ്ഞിരിക്കുന്നത്. മനു, നിതീഷുമായിട്ടുള്ള തെളിവെടുപ്പ് ഏകദേശം ഈ വീട്ടിൽ കാട്ടുകടയിലുള്ള വീട്ടിൽ പൂർത്തിയാകുകയാണ്. ഇപ്പോൾ ഏതാനും ചുരുങ്ങിയ നിമിഷങ്ങൾ കഴിയുമ്പോൾ മൃതശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ആംബുലൻസ് അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ 2-ാം തീയതി ഒരു മോഷണക്കേസുമായി ബന്ധപ്പെട്ട് 2 പ്രതികൾ അറസ്റ്റിലാകുന്നു. സുഹൃത്തുക്കൾ, അവരെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണമാണ് ഇരട്ട കൊലപാതകത്തിലേക്ക് വെളിച്ചം വീശിയിരിക്കുന്നത്. ഇവിടെ വസ്തുക്കൾ തേടി ഈ വീട്ടിലേക്ക് എത്തിയ ഇവിടുത്തെ കട്ടപ്പന എസ് ഐ സുനേഗിന് തോന്നിയ സംശയങ്ങളാണ് ഇപ്പോൾ ഇത് കൊലപാതകമാണ് എന്ന് തെളിയിച്ചിരിക്കുന്നത്. ഇവിടെ എത്തുമ്പോൾ ഈ വിഷ്ണുവിൻ്റെ സഹോദരിയും മാതാവും അവർ പരസ്പര വിരുദ്ധമായി സംസാരിക്കുകയും അതുപോലെ തന്നെ വീടിനുള്ളിൽ തുറന്ന നിലയിൽ അത് തറ തകർക്കപ്പെട്ട നിലയിൽ കാണുകയും അതുപോലെ തന്നെ പൂജാ വസ്തുക്കളെല്ലാം മുറിയിൽ കാണുകയും എല്ലാം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് എസ് ഐ സുനേഗിന് ഒരു സംശയം ഉണ്ടാവുകയും അദ്ദേഹം തൻ്റെ മേലധികാരികളെ SP-യെയും DVSP-യെയും എല്ലാം കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മോഷണക്കേസിൽ റിമാൻഡിൽ കഴിഞ്ഞിരുന്ന ഈ 2 പ്രതികളെയും അതുപോലെ തന്നെ വിഷ്ണുവിനെയും നിതീഷിനെയും പോലീസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിഷ്ണു അന്ന് ഉണ്ടായ സംഘർഷത്തിൽ, മോഷണവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ് കാലൊടിഞ്ഞ ആശുപത്രിയിലാണ്. നിതീഷിനെ പോലീസിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. നിതീഷിനെ ഇടുക്കി SP TK വിഷ്ണു പ്രദീപിൻ്റെ നേതൃത്വത്തിൽ ഇന്നലെ തന്നെ ചോദ്യം ചെയ്തു. ഈ ചോദ്യം ചെയ്യലിലാണ് പ്രതി കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്. ആ കുറ്റസമ്മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തെളിവെടുപ്പ് ഇപ്പോൾ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ തറ നിലം കുഴിച്ച് ബോഡി അവിടെ നിലത്ത് കുത്തിയിരുത്തിയിരിക്കുന്ന നിലയിൽ, അതായത് നെഞ്ചിലേക്ക് കാൽമുട്ടുകൾ ചേർത്ത രീതിയിലാണ് ബോഡി കണ്ടെത്തിയതെന്നാണ് ഇവിടെ കയറി കണ്ട വാർഡ് മെമ്പർ അടക്കമുള്ള ആളുകൾ നമ്മളോട് പറഞ്ഞത്. അതുപോലെ തന്നെ ഇപ്പോൾ ആംബുലൻസ് അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ സജ്ജീകരിക്കപ്പെട്ട് കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് തന്നെ ഈ ബോഡി ഇവിടേക്ക് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുവാനുള്ള നടപടികൾ ഉണ്ടാവും. മനു, ഇനി ഇതിനു ശേഷമാണല്ലോ ഈ നവജാത ശിശുവിൻ്റെ മൃതദേഹം കുഴിച്ചിട്ടുണ്ടോ എന്ന് പറയപ്പെടുന്ന കട്ടപ്പന സാഗര ജംഗ്ഷനിലുള്ള വീട്ടിലേക്കും തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ടല്ലോ. അപ്പോൾ അതിനുള്ള നടപടിക്രമങ്ങൾ എപ്പോഴാണ്? ഇന്നുണ്ടാകാൻ സാധ്യതയുണ്ടോ അതോ നാളെ ആയിരിക്കുമോ? ഇന്ന് തന്നെ ഉണ്ടാകും എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. സാഗര ജംഗ്ഷനിലാണ് ഇതിനു മുമ്പ് ഇവർ താമസിച്ചിരുന്നത്. ആ വീടിൻ്റെ തൊഴുത്തിലാണ് കുട്ടിയെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയിരിക്കുന്നത് എന്നാണ് നിതീഷ് പറഞ്ഞിരിക്കുന്നത്. അതായത് നിതീഷിൻ്റെ തന്നെയാണ് കുട്ടി. ഇവിടെ ഈ കുടുംബത്തിനകത്ത് ഒരുപാട് സ്വാധീനമുണ്ടാക്കി. 2016 മുമ്പ് തന്നെ ഈ കുടുംബത്തിൽ പൂജയുമായി ബന്ധപ്പെട്ട് വിശ്വാസമുണ്ടായിരുന്ന ഇപ്പോൾ കൊല്ലപ്പെട്ട വിജയൻ അടക്കമുള്ള ആളുകൾക്ക് ഈ പൂജ കാര്യങ്ങളടക്കം വളരെ വിശ്വാസമുണ്ടായിരുന്ന ആളാണ്. അങ്ങനെ ഉണ്ടാക്കിയ ഒരു ബന്ധമാണ് ആ കുടുംബത്തിലേക്ക് കയറി ചെല്ലുന്നതിനും നിരന്തരം ഇടപെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറുന്നതിലേക്ക് നിതീഷിനെ തെളിച്ചത്. ആ ഒരു ബന്ധം ഉപയോഗിച്ചുകൊണ്ട് കുടുംബത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ വിജയൻ്റെ മകളുമായിട്ടും എല്ലാം ബന്ധമുണ്ടാവുകയും അവർ ഗർഭിണിയാവുകയും കുട്ടി ഉണ്ടാവുകയും ചെയ്തു. ആ സാഹചര്യത്തിൽ കുട്ടി ഉണ്ടായതിനെ തുടർന്നുണ്ട് കുടുംബത്തിനുണ്ടാകുന്ന മാനഹാനി ഇല്ലാതാക്കാൻ ഈ കൊല്ലപ്പെട്ട വിജയൻ അടക്കമുള്ള ആളുകളുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കുട്ടിയെ കൊലപ്പെടുത്തി ഈ തൊഴുത്തിൽ നേരത്തെ മുമ്പ് താമസിച്ചിരുന്ന കട്ടപ്പന സാഗര ജംഗ്ഷനിലുള്ള
വാടക വീടിൻ്റെ തൊഴുത്തിൽ കുഴിച്ചിട്ടിരിക്കുന്നത് എന്നാണ് നിതീഷ് പറഞ്ഞിരിക്കുന്നത്. നിതീഷ് ഇപ്പോൾ കുറ്റസമ്മതത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം ഞാൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്, വിഷ്ണുവിന് ഇതിനകത്തൊരു പങ്കുമില്ല എന്നുള്ള രീതിയിലാണ്. ഒരു കൂട്ടുകാരനെ സഹായിക്കുന്നതിന് വേണ്ടിയാണോ എന്നറിയില്ല. പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴി അനുസരിച്ച് ഞാൻ തന്നെയാണ് എല്ലാം സ്വയം ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ വിജയനെ കൊലപ്പെടുത്തിയതാണെങ്കിലും വാക്കുതർക്കമുണ്ടായി. ആദ്യം നിലത്ത് വീണതിന് ശേഷം തലയ്ക്ക് ചുറ്റികൊണ്ട് അടിച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്തത് എന്നുള്ള രീതിയിലുള്ള മൊഴിയാണ് നിതീഷ് കൊടുത്തിരിക്കുന്നത്. മനു, ശരി. വിവരങ്ങളാണ് ജോസിൽ കട്ടപ്പനയിൽ നിന്ന് നൽകിയത്. വിജയൻ്റേതെന്ന് സംശയിക്കുന്ന മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് കുഴിയിൽ ഇരുത്തി മണ്ണിട്ട് മൂടിയ നിലയിലാണ്. ആ രീതിയിലാണ് മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തത്. ഈ പ്രതിയായ നിതീഷ് പറയുന്നത് അയാൾ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് വിജയനെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ്. വാക്കുതർക്കമുണ്ടാകുന്നു. ആ വാക്കുതർക്കത്തിന് തുടർച്ചയായി ചുറ്റിക കൊണ്ട് തലക്കടിച്ച് വിജയനെ കൊലപ്പെടുത്തുകയും പിന്നീട് അവിടെ മണ്ണിട്ട് മൂടി അതിന് മുകളിൽ കോൺക്രീറ്റ് ചെയ്യുകയായിരുന്നുവെന്നുമാണ് നിതീഷ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശാസ്ത്രീയ പരിശോധന നടത്തി ഈ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന അവശിഷ്ടങ്ങൾ വിജയൻ്റേതാണ് എന്ന് പോലീസിന് ഉറപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് അതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റ് പരിശോധനകൾക്കായി അല്പസമയത്തിനകം തന്നെ ഈ അവശിഷ്ടങ്ങൾ കൊണ്ടുപോകും. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഒരു നവജാത ശിശുവിനെ കൂടി ഇയാൾ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അതിവർ നേരത്തെ വാടകയ്ക്ക് താമസിച്ചിരുന്ന കട്ടപ്പന ടൗണിനടുത്തുള്ള സാഗർ ജംഗ്ഷനിൽ അവിടുത്തെ വാടക വീട്ടിലാണ് ആ മൃതദേഹം കുഴിച്ചിട്ടത് എന്നാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവിടെയും തെളിവെടുപ്പും മറ്റ് പരിശോധനകളും നടത്തേണ്ടതുണ്ട്. ഇന്ന് തന്നെ അതുണ്ടാകുമെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നതെന്നാണ് ജോസിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്.